നമസ്കാരം. ഞാൻ ഡോക്ടർ അനിൽ. കേന്ദ്ര സർക്കാരിന്റെ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ആംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിലെ വിവിധ തസ്തികകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ഇതിലേക്ക് 2025 ജനുവരി 7 മുതൽ ഫെബ്രുവരി 6 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുന്നവരെ മനസ്സിലാക്കുക. https://dgafms24.onlineapplicationform.org/capital DGAFMS എന്ന സൈറ്റിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. അപേക്ഷിക്കേണ്ട ലിങ്ക് വീഡിയോ കമന്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാൻ നിങ്ങൾ ഡയറക്റ്റ് ക്ലിക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അക്കൗണ്ടന്റ് ലെവൽ 5 അപ്പോയിന്റ്മെന്റ് 29,200 മുതൽ 92,300 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. ഒഴിവാണുള്ളത്. സ്റ്റെനോഗ്രാഫർമാരുടെ 25,500 മുതൽ 81,100 എന്ന സ്കെയിലാണ് ശമ്പളം ലഭിക്കുക. ഒഴിവാണ് അതിലുള്ളത്. ലോവർ ഡിവിഷൻ ക്ലർക്കുമാരുടെ 11 ഒഴിവുകളുണ്ട്. 19,900 മുതൽ 63,200 എന്ന സ്കെയിലായി ശമ്പളം ലഭിക്കുക. സ്റ്റോർ കീപ്പർമാരുടെ 24 ഒഴിവുകൾ. ഫോട്ടോഗ്രാഫർമാരുടെ ഒഴിവാണുള്ളത്. ഇതെല്ലാം 19,900 മുതൽ 63,200 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഫയർമാൻ 5 ഒഴിവുകളുണ്ട്. കുക്കിന്റെ 4 ഒഴിവുകൾ. ലാബ് അറ്റൻഡന്റ് 1 ഒഴിവ്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 29 ഒഴിവുകളാണുള്ളത്. അപ്പം ഈ പറഞ്ഞ കുക്ക്, ഫയർമാൻ, ഫോട്ടോഗ്രാഫർ ഒക്കെ 19,900 മുതൽ 63,200 എന്ന സ്കെയിലാണ് ശമ്പളം ലഭിക്കുന്നത്. ലാബ് അറ്റൻഡന്റ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, ട്രേഡ്സ്മാൻ മേറ്റ്, വാഷ്മാൻ, കാർപ്പൻറ്റർ ആൻഡ് ജോയിനർ, ടിൻ സ്മിത്ത് എന്നീ പോസ്റ്റുകളിലേക്ക് 18,000 മുതൽ 56,900 എന്ന സ്കെയിലേക്ക് ശമ്പളം ലഭിക്കുക. താല്പര്യമുള്ള ആകെ ഒഴിവുകൾ 113 സ്ഥിരം ഒഴിവുകളാണെന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഇതിലേക്കുള്ള പ്രായപരിധി പറയുകയാണെങ്കിൽ അക്കൗണ്ടന്റ്മാരുടെ ഒഴിവുകളിലേക്ക് 30 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഏതെങ്കിലും വിഷയത്തിലെ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അല്ലാതെങ്കിൽ 12ാം ക്ലാസ് പാസ്സായിരിക്കുകയും അതോടൊപ്പം 2 വർഷത്തെ പ്രവൃത്തി പരിചയം, ക്യാഷിലെ അക്കൗണ്ട്സിലെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. സ്റ്റെനോഗ്രാഫർമാർക്ക് 18 മുതൽ 27 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 12ാം ക്ലാസ് പാസ്സായതിനു ശേഷം ടൈപ്പിംഗ് സ്പീഡ് ഡിക്റ്റേഷൻ ആണെങ്കിൽ 10 മിനിറ്റിൽ 80 വേർഡ്സ് ഡിക്റ്റേഷൻ അറിഞ്ഞിരിക്കണം. അതുപോലെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷിലെ 65 വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. മാനുവലാണെങ്കിൽ, കമ്പ്യൂട്ടറിലാണെങ്കിൽ 50 മിനിറ്റ് വേർഡ്സ് 1 മിനിറ്റിൽ ടൈപ്പ് ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. ലോവർ ഡിവിഷൻ ക്ലർക്കുമാർക്ക് 18 മുതൽ 27 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 12ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം 30 വേർഡ്സ് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം. അതാണ് അതിന് വേണ്ട അടിസ്ഥാന യോഗ്യത. സ്റ്റോർ കീപ്പർമാർക്ക് 18 മുതൽ 27 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 12ാം ക്ലാസ്സും സ്റ്റോർ ഹാൻഡിൽ ചെയ്ത് 1 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഫോട്ടോഗ്രാഫർമാർക്ക് 18 മുതൽ 27 വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. 12ാം ക്ലാസും ഡിപ്ലോമ ഫോട്ടോഗ്രാഫി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 3 വർഷം പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കാൻ ഡിസറബിൾ ക്വാളിഫിക്കേഷൻ ആണ്. ഫയർമാൻ 18 മുതൽ 25 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 10ാം ക്ലാസും പിന്നെ ഹൈറ്റ് 165 സെന്റിമീറ്ററും ഉണ്ടായിരിക്കണം. അതേപോലെ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 5 സെന്റിമീറ്റർ കുറവ് മതിയാവും. വെയിറ്റ് 50 കിലോഗ്രാം ആൺകുട്ടികൾക്കും, ലേഡീസ് ആണെങ്കിൽ 43 കിലോഗ്രാം മിനിമം വെയിറ്റ് ഉണ്ടായിരിക്കണം. നല്ല കാഴ്ചശക്തി ഉണ്ടായിരിക്കണം. പിന്നെ ടെക്നിക്കൽ യോഗ്യതകൾ, ഫയർ ഫൈറ്റിങ്ങിലുള്ള എക്സ്പീരിയൻസും സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. കുക്കിന് 18 മുതൽ 25 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം കുക്കിങ്ങിലുള്ള എക്സ്പീരിയൻസ് പ്രൊഫഷൻസി ആണ് അതിന്റെ യോഗ്യത. ലാബ് അറ്റൻഡന്റിന് 18 മുതൽ 27 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 10ാം ക്ലാസ് സയൻസ് പഠിച്ച് 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം ഏതെങ്കിലും കെമിക്കലോ ഡ്രഗ് ഫാക്ടറിയിലെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ട്രേഡ്സ്മാൻ മേറ്റ് 18 മുതൽ 25 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 10ാം ക്ലാസ്സും അത് വേണ്ട ITI യോഗ്യതയാണ് യോഗ്യത. വാഷർമാനും അതേപോലെ കാർപ്പൻറ്റർ ആൻഡ് ജോയിനർ, ടിൻ സ്മിത്ത് ഇതെല്ലാം 18 മുതൽ 25 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 10ാം ക്ലാസ്സിന് ശേഷം അതാത് ട്രേഡുകളിലുള്ള സർട്ടിഫിക്കറ്റും പ്രവൃത്തി പരിചയം 3 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് വേണ്ട യോഗ്യത പറഞ്ഞിട്ടുള്ളത്. സെലക്ഷൻ എന്ന് വെച്ചാൽ ആദ്യം ഒരു റിട്ടേൺ എക്സാമിനേഷൻ 100 മാർക്കിന്റെ ഉണ്ടാവും. പിന്നെ ടൈപ്പിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ട് ഹാൻഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ട്രേഡ് ടെസ്റ്റ് ഉണ്ടാവും. റിട്ടേൺ ടെസ്റ്റിനകത്ത് ജനറൽ നോളജ്, ജനറൽ ഇന്റലിജൻസ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ് ഒക്കെ ഉണ്ടാവും. ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും https://dgafms24.onlineapplicationform.org/dgafms എന്ന സൈറ്റിൽ ലഭ്യമാണ്. താല്പര്യമുള്ള ഈ അവസരം പരമാവധി വിലപ്പെടുത്തുക. ഫെബ്രുവരി 6 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. നിങ്ങൾ ഈ അവസരം പരമാവധി വിലപ്പെടുത്തുകയും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുകയും ചെയ്യണം. ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.